ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മൾ കർത്താവായ യേശു ക്രിസ്തു ആര് എന്ന വിഷയത്തിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൻ ആരെന്ന് വ്യക്തമാക്കുന്നു എന്ന വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 6 പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് 7ാമത്തെ പാർട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത് പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നാം തിരുവെഴുത്തുകൾ ആധാരമാക്കി ഇവൻ ആര് എന്ന ചോദ്യത്തിന് തിരുവെഴുത്ത് പറയുന്നതായ മറുപടി നമ്മൾ ഈ കഴിഞ്ഞ 6 ആഴ്ചകളായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, 1 by 1. അതിൽ പരമപ്രധാനമായി നമ്മൾ കണ്ടത് യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന സ്വർഗീയ പിതാവ് വെളിപ്പെടുത്തി കൊടുത്ത, ശിമിയോൻ പത്രോസ് പ്രസ്താവിച്ച യേശുക്രിസ്തു അത് സ്വർഗീയ പിതാവ് വെളിപ്പെടുത്തി കൊടുത്തതാണ്, ജഡരക്തങ്ങളുടെ വെളിപ്പാടല്ലെന്ന് സാക്ഷ്യപ്പെടുത്തിയ ആ സന്ദേശമാണ് പരമപ്രധാനമായി നമ്മൾ കണ്ടത്. ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും നാം സൂക്ഷ്മതയോടെ പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒന്ന് മാത്രമാണ് യേശുക്രിസ്തു എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. കർത്താവായ യേശുക്രിസ്തുവിന് വിശുദ്ധ തിരുവെഴുത്ത് നൽകുന്ന, അല്ലെങ്കിൽ വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന അനേക പദവികളുണ്ട്. ആ അനേക പദവികളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ പറഞ്ഞാൽ അങ്ങത് മാത്രമാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. യേശു മനുഷ്യനാണെന്ന് യേശുക്രിസ്തു പറഞ്ഞ വചനം ബൈബിളിലുണ്ട്. യേശു മനുഷ്യനാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞ വചനം ബൈബിളിലുണ്ട്. യേശു ദൈവത്തിന്റെ മശിഹയാണ്, ദൈവത്തിന്റെ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ വചനം ബൈബിളിലുണ്ട്. യേശു ഒരു പ്രവാചകനാണ് എന്ന് പഠിപ്പിക്കുന്ന വചനം ബൈബിളിലുണ്ട്. യേശു ദൈവത്തിന്റെ പുരോഹിതനാണ് എന്ന് പഠിപ്പിക്കുന്ന വചനം ബൈബിളിലുണ്ട്. ഇങ്ങനെ അനേക പദവികൾ വഹിക്കുന്ന ഒരുവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളതാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഈ ദിനങ്ങളിലായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശു വെറും ഒരു പ്രവാചകനാണ് എന്ന് പഠിപ്പിക്കുന്ന അധ്യാപനത്തോട് നമുക്ക് യോജിപ്പില്ല. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് യേശു എന്ന് ചിന്തിക്കുന്ന ചിന്തയോട് നമുക്ക് യോജിപ്പില്ല. കാരണം വിശുദ്ധ തിരുവെഴുത്ത് അതിനെ അപ്രൂവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് അവന് എന്തെല്ലാം പദവികളുണ്ട് എന്ന് പഠിപ്പിക്കുന്നുവോ ആ പദവികളെല്ലാം അങ്ങനെ തന്നെ നാം വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. കാരണം അത് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കഴിഞ്ഞ ദിനങ്ങളായി ചിന്തിച്ചു പോകുന്നതില് ഈ പറഞ്ഞതൊക്കെ ചിന്തിച്ചു പോകുന്നു. ആ കൂട്ടത്തിൽ ഒന്നാണ് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ദൈവം നിയമിച്ച പുരുഷനാണ് യേശുക്രിസ്തു എന്നുള്ളത്. അവൻ മുഖാന്തരമായി ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാനായി ദൈവം നിയോഗിച്ചതാണ്. ഇതൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിനങ്ങളിൽ ചിന്തിച്ചു പോകുന്നതായ കാര്യമാണ്. ഇന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഈ കർത്താവായ യേശുക്രിസ്തു ആര് എന്നുള്ള വിഷയത്തിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന ദൈവത്തിന്റെ പരിശുദ്ധനാണ് എന്ന് യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനെ അഡ്രസ് ചെയ്തിരിക്കുന്ന ആ ഭാഗം നമ്മൾ വായിച്ചു.
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 68, 69 വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ യേശുക്രിസ്തുവിനുള്ള ഒരു പ്രത്യേകത നമുക്ക് എടുത്തു കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 66 മുതലുള്ളതായ വചനഭാഗം നമുക്ക് വായിക്കാം. 69 വരെ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66 മുതൽ 69 വരെയുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാർ പലരും പിന്മാറിപ്പോയി, പിന്നെ അവരോട് കൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു പന്തിരുവരോട്, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്ത് പോകും? നിത്യജീവിത വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധരെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞിരിക്കുന്നു എന്ന് ഉത്തരമാണ്. അപ്പോൾ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ യേശുവിനെ അറിഞ്ഞത് അവൻ ദൈവത്തിന്റെ പരിശുദ്ധനാണെന്നും യേശുവിന്റെ പക്കൽ നിത്യജീവന്റെ വചനങ്ങൾ ഉണ്ട് എന്നുമുള്ളത് അവർ അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു എന്നതാണ് ഇവിടെ അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ യേശു ആരാണ്? അവൻ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. അവന്റെ പക്കൽ നിത്യജീവന്റെ വചനങ്ങളുണ്ടെന്ന് യേശുവിന്റെ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞു. ഈ നിത്യജീവന്റെ വചനങ്ങളുടെ കസ്റ്റോഡിയനാണ് യേശുക്രിസ്തു എന്ന് ആ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുക. നിത്യജീവന്റെ വചനങ്ങളുടെ കസ്റ്റോഡിയനാണ് യേശുക്രിസ്തു. നിന്റെ പക്കലുണ്ടെന്നാണ് പറഞ്ഞത്. ചിലരൊക്കെ തെറ്റിദ്ധരിക്കുന്നത് യേശുക്രിസ്തു നിത്യജീവനാണ് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ്. യേശുക്രിസ്തു നിത്യജീവനാണെന്ന് ബൈബിളിൽ ഒരു വാക്യത്തിലും പറഞ്ഞിട്ടില്ല. തെറ്റിദ്ധരിക്കുന്നതായ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യമാണ്. യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു പോയ ധാരാളം ആളുകളുണ്ട്. ബഹുഭൂരിപക്ഷം ജനങ്ങളും അവിടെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണ്. അവിടെ യോഹന്നാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നിത്യജീവന്റെ വചനങ്ങൾ യേശുവിന്റെ പക്കലുണ്ട് എന്ന് യേശുവിന്റെ ശിഷ്യന്മാർ സാക്ഷ്യപ്പെടുത്തും. ഈ യോഹന്നാനും ആ കൂട്ടത്തിലുണ്ട്, നമ്മൾ മറന്നു പോകരുത്. നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. നിന്നെ വിട്ടിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? കാരണം എന്താണ്? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. അപ്പോൾ ഈ നിത്യജീവന്റെ വചനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അത് യേശുവിന്റെ അടുക്കലുണ്ട് എന്ന്, അല്ലെങ്കിൽ യേശുവിന്റെ പക്കലുണ്ട്, യേശുവിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദ വേർഡ് ഓഫ് ലൈഫ്, ഇറ്റേണൽ ലൈഫ്. അപ്പൊ ഇവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 49-ാം വാക്യം കൂടെ ചേർത്ത് പഠിക്കണം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 49-ാം വാക്യം കൂടി ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു ക്ലാരിറ്റി വരും. വായിക്കാം. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല. എന്നിട്ട് എന്നെ അയച്ച പിതാവ് എന്നോട് ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും എനിക്ക് കൽപ്പന തന്നിരിക്കുന്നു. അപ്പോൾ യേശു എന്ത് സംസാരിക്കണമെന്നും എന്തു പറയണമെന്നും യേശുവിനെ അയച്ചവനായ പിതാവ് യേശുവിന് കൽപ്പന നൽകിയിരിക്കുന്നു എന്നാണ് യേശുക്രിസ്തു അവിടെ എടുത്തു പറയുന്നത്. എന്നിട്ട് തുടർന്ന് പറയുന്നത് എന്താണ്? അവന്റെ കൽപ്പന നിത്യജീവനാകുന്നു എന്ന് ഞാൻ അറിയുന്നു. അങ്ങനല്ലേ യേശു പറഞ്ഞത്?
യേശുവിനെ അയച്ച പിതാവിന്റെ കൽപ്പന നിത്യജീവനാണ് എന്ന് യേശുവിന് അറിവുണ്ട്. അത് യേശുവോടെ പ്രസ്താവിക്കുകയാണ്. അപ്പോൾ യേശു പറഞ്ഞ വചനങ്ങൾ യേശു സ്വയമായി സംസാരിച്ചതല്ല. പ്രത്യുത യേശുവിനെ അയച്ചവനായ പിതാവ് യേശുവിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. നീ ഇന്നത് സംസാരിക്കണം, ഇന്നത് പറയണമെന്ന്. യേശു സ്വയമായി സംസാരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. യേശു പറഞ്ഞ വചനങ്ങൾ യേശു സ്വയമായി സംസാരിച്ചതല്ല, മറിച്ച് യേശുവിനെ അയച്ചവനായ പിതാവ് കൊടുത്ത കൽപ്പനയാണ്. ആ കൽപ്പന നിത്യജീവനാണ് എന്ന് യേശു അറിയുന്നുണ്ട് എന്നും യേശു അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ് എന്ന് യേശുവിന്റെ ശിഷ്യന്മാർ സാക്ഷ്യപ്പെടുത്തിയത് നമ്മൾ തൊട്ടു മുൻപേ വായിച്ചു. യോഹന്നാൻ 6:68-69 വാക്യം. ഇതിനോട് ചേർത്ത് യോഹന്നാൻ 12:49 കൂടി പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? യേശുവിന്റെ പക്കലുള്ള നിത്യജീവന്റെ വചനങ്ങൾ എന്ന് പറയുന്നത് ആരുടെ വചനമാണ്? യേശു ക്രിസ്തുവിനെ അയച്ചവനായ പിതാവിന്റെ കൽപ്പനകൾ. യേശുക്രിസ്തുവിനെ അയച്ചവനായ പിതാവിന്റെ വചനങ്ങളാണ് യേശുവിന്റെ പക്കലുള്ളത്. അവ നിത്യജീവനാണ്. അപ്പോൾ യേശുവിന്റെ പക്കലുള്ള നിത്യജീവന്റെ വചനങ്ങൾ എന്ന് പറയുന്നത് യേശുവിനെ അയച്ച പിതാവ് യേശുവിനെ ഏൽപ്പിച്ചതായ വചനങ്ങളാണ് എന്നുള്ള വസ്തുത വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഉറപ്പിച്ച് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യേശു യോഹന്നാൻ 12:50 വാക്യത്തിൽ തുടർന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ആകയാൽ പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ ഞാൻ സംസാരിക്കും. അപ്പോൾ സ്വയമായി സംസാരിക്കാതെ പിതാവ് എന്താണോ അരുളി ചെയ്തത് അത് സംസാരിക്കുന്നവനാണ് താനെന്ന് യേശു അവിടെ ഉറപ്പിച്ചു പറയുകയാണ് ചെയ്യുന്നത്. പിതാവിന്റെ കൽപ്പനയാണ് നിത്യജീവനെന്ന് യേശു ക്രിസ്തു അവിടെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന വസ്തുതകളെ നമ്മൾ മറന്നു പോകരുത്. ഈ യേശുവിന്റെ അടുത്ത് ഒരു സ്ത്രീ സംസാരിക്കുന്ന സംഭവം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 14-ാം വാക്യത്തിൽ ഇതൊരു ശമര്യക്കാരിയായ സ്ത്രീയോട് സംസാരിക്കുന്ന വസ്തുതയാണെന്ന് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ അവിടെ വെള്ളത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് വന്നിട്ട് അവിടെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ 13-ാം വാക്യം മുതൽ യേശു പറയുന്നത് എന്താണ്? യേശു അവളോട് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. അപ്പൊ മനസ്സിലാക്കണം, യേശു കിണറിനരികെ ശമര്യക്കാരിയായ സ്ത്രീയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയുന്നത് ഈ കിണറ്റിലെ വെള്ളം അല്ലെങ്കിൽ ഇവിടെയുള്ളതായി ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും പിന്നെയും ദാഹിക്കും. എന്നാൽ തുടർന്ന് യേശു പറയുന്നത് എന്താണ്? 14-ാം വാക്യത്തിൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. അപ്പോൾ യേശു കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. കാരണം തുടർന്ന് യേശു പറയുന്നത് എന്താണ്? ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യേശു കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനിൽ ആ വെള്ളം അവനിൽ നിത്യജീവങ്കലേക്കുള്ള ഉറവായി പൊങ്ങി വരും. വളരെ സൂക്ഷ്മതയോടെ അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ട വസ്തുതയാണ് നമ്മളിവിടെ കാണുന്നത്. പിതാവ് യേശുവിനെ ഏൽപ്പിക്കുകയും യേശു തന്റെ ജനങ്ങളോട് സംസാരിക്കുകയും ചെയ്ത പിതാവിന്റെ വചനം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല. പ്രിയരെ, വളരെ നല്ല ഒരു ആത്മീക മർമ്മത്തിലേക്കാണ് നമ്മൾ അവിടെ എത്തിപ്പെടുന്നത്. മനുഷ്യൻ താൻ ലക്ഷ്യബോധമില്ലാതെ താൻ എന്തു ചെയ്യണമെന്ന
ആശങ്കയിൽ തന്റെ ജീവിതം നയിക്കുമ്പോൾ അവന്റെ അന്വേഷണം അവന്റെ ദാഹമാണ്. അവന്റെ ദാഹത്തിന് ശമനമുണ്ടാക്കുന്ന നീരുറവിന്റെ കസ്റ്റോഡിയനായ യേശു പറയുന്നു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കലേക്കുള്ള നീരുറവായി തീരും. യേശു കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനിൽ അത് നീരുറവായി മാറുമ്പോൾ അവനിൽ നിന്നും അനേകർ അത് കുടിക്കുവാൻ തക്കവണ്ണം അവനും ഒരു ഉറവായി, അവനിൽ നിന്നും ഉറവായി അത് മാറുവാൻ തക്കവണ്ണമിടയായി തീരും. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഒരു സംഗതി യേശുക്രിസ്തു നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ പറയുന്നത് എന്താണ്? അതിന്റെ 37-ാം വാക്യം മുതൽ, യോഹന്നാൻ 7:37 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് എന്താണ് വിളിച്ചു പറയുന്നത്? ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കലേക്കുള്ള നീരുറവായി തീരും. അവൻ തന്നെ ഒരു ഉറവയായി മാറുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് യേശുവിങ്കൽ നിന്ന് പിതാവ് നൽകിയ വെള്ളം കുടിക്കുന്ന, പിതാവ് യേശുവിനെ ഏൽപ്പിച്ച നിത്യജീവന്റെ വചനങ്ങൾ കുടിക്കുന്ന ഒരുവൻ ഉറവായി മാറും. നിത്യജീവങ്കലേക്കുള്ള നീരുറവായി അവൻ മാറുവാൻ തക്കവണ്ണമിടയായി തീരും. യേശു നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ. എന്നിട്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇവിടെ യേശു പറയുന്നത് എന്താണ്? ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അനുഭവിച്ചവൻ ആ അനുഭവത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന ഉറവുകളായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇതൊരു വലിയ സംഗതിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തുടർന്ന് യേശു പറയുന്നത് എന്താണെന്നറിയാമോ? അവിടെ തുടർന്ന് യേശു പറയുന്നത്, അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുവാനിരിക്കുന്ന, ലഭിപ്പാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് യേശു അവിടെ പറഞ്ഞത്. ഇനി നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. അവിടെ യേശുക്രിസ്തു ശിഷ്യന്മാരോട് നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞത്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ, നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കും, അറിഞ്ഞും ഇരിക്കുന്നു എന്നുള്ളതാണ് യേശു അവിടെ പറയുന്നത്. ഇതിന് കാരണം എന്താണെന്നറിയാമോ? അവിടെ അതിനു മുൻപേ മനുഷ്യൻ തെറ്റിദ്ധരിച്ചു പോകുന്ന ചില സംഗതികളാണ് യേശു പറഞ്ഞത്. അവിടെ എന്റെ മാംസം തിന്നാതെയും എന്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നവന് ജീവനുണ്ടാകയില്ല എന്ന് യേശു പറഞ്ഞ സംഗതി കേട്ടിട്ട് പലരും തെറ്റിദ്ധരിച്ചു പോയത് ഈ നിൽക്കുന്ന യേശുവിനെ കടിച്ചു പറിച്ച് തിന്നുന്നതിനെ കുറിച്ചാണ് യേശു പറഞ്ഞതെന്നാണ്. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ മൂലം അനേകർ വിട്ടുപോയപ്പോൾ സ്വർഗീയ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് യേശുവിന്റെ ശിഷ്യന്മാരായി തുടർന്നു പോകുന്ന, യേശുവിനെ അറിഞ്ഞ ശിഷ്യന്മാർ പറയുന്നത്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണെന്ന് ഞങ്ങൾ അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞ ശിഷ്യന്മാരോട്
യേശു താൻ പറഞ്ഞ മാംസവും രക്തവും ഒക്കെ എന്താണെന്നുള്ളതിനെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു വ്യക്തമാക്കുന്ന വചനഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 63 വായിക്കാം. യോഹന്നാൻ 6:63 വായിക്കാം. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. അപ്പൊ ഇവിടെ യേശു എടുത്തു പറയുന്നത് ശ്രദ്ധിക്കണം. ജീവിപ്പിക്കുന്നത് എന്താണ്? ആത്മാവാണ് ജീവിപ്പിക്കുന്നത്. തുടർന്ന് മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പോൾ ഈ യേശു പറഞ്ഞത് അക്ഷരീകമായി ഈ നിൽക്കുന്ന യേശുവിനെ തിന്നുന്ന കാര്യമല്ല എന്നാണ് യേശു അവിടെ വ്യക്തമാക്കിയത്. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഇനിയാണ് യേശു അതുവരെ പറഞ്ഞതിന്റെ ആ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് എടുത്തു പറയുന്നത്. എന്താണ് യേശു പറയുന്നത്? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. യേശു സംസാരിച്ച വചനം ആരുടെ വചനമാണ്? യേശുവിനെ അയച്ചവനായ പിതാവിന്റെ വചനമാണ്. അപ്പോൾ ആത്മാവും ജീവനുമായി യേശു അവിടെ പ്രസന്റ് ചെയ്യുന്നതും തിന്നുവാനും കുടിക്കുവാനുമായി യേശു പറയുന്ന മാംസരക്തങ്ങളും എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തുവിനെ അയച്ചവനായ പിതാവിന്റെ വചനമാണ്. ജീവിപ്പിക്കുന്ന ആത്മാവ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുമാകുന്നു എന്ന് യേശുക്രിസ്തു അവിടെ എടുത്തു പറഞ്ഞു. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട്. യേശുക്രിസ്തു ഇത്ര ക്ലിയറായി പറഞ്ഞിട്ടും അത് വിശ്വസിക്കാത്തവരുണ്ട് എന്നുള്ളത് അന്നേ യേശുക്രിസ്തു പറഞ്ഞു വെച്ചതായ കാര്യമാണ്. ആകയാൽ പ്രിയരെ, ഈ യേശുക്രിസ്തു ആരാണ്? അവൻ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. അവൻ നിത്യജീവന്റെ വചനങ്ങളുടെ കസ്റ്റോഡിയനാണ്. അതിന്റെ സൂക്ഷിപ്പുകാരനാണ്. അതിന്റെ ദാതാവായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ് എന്ന വസ്തുത നാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിനെ ഉറപ്പിച്ചുകൊണ്ട് പഴയ നിയമത്തിൽ വചനമുണ്ട്. എവിടെയാണ്? ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം മറന്നു പോകരുത്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കാം. നമുക്കൊക്കെ വളരെ പരിചിതമായ വചനമാണ്. അവിടെ യഹോവയായ ദൈവം മോശയോട് നൽകുന്ന വചനമാണ്. മോശയ്ക്ക് നൽകുന്ന വചനം അഥവാ മോശയ്ക്ക് നൽകുന്ന വാഗ്ദത്തമാണ് നമ്മൾ വായിക്കുന്നത്. നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. അപ്പോൾ തന്റെ ജനങ്ങളോട് സംസാരിക്കുവാനായി യഹോവയായ ദൈവം യേശുവിന്റെ നാവിന്മേൽ വചനമാക്കി കൊടുക്കുമെന്നുള്ളത്. ഇനി ഈ പറഞ്ഞ പ്രവചനം ആവർത്തനം 18:18 യേശുക്രിസ്തുവിനെ കുറിച്ച് ആണോ എന്ന് സംശയം തോന്നിയേക്കാം. സംശയിക്കേണ്ട. യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ അതിനെ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞത് പുതിയ നിയമത്തിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 22-ാം വാക്യം. ഈ കേൾക്കുന്ന വചനങ്ങൾ ഉള്ളത്തിൽ ചേർത്ത് വെച്ച് കുറിച്ചിട്ടോണം. ഉള്ളത്തിൽ കുറിച്ചിട്ടോണം. ആവർത്തനം 18:18 ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ മോശ പറഞ്ഞുവല്ലോ എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തി 3:22 അതോട് വായിച്ചിട്ട് ഉറപ്പിച്ചു. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്കു കേൾക്കണം. ഇത് മോശ പറഞ്ഞുവല്ലോ എന്ന്
യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സംഭാഷണ മധ്യേ അപ്പോസ്തലന്മാർ ഓർപ്പിച്ചുണർത്തുന്നത് ആവർത്തനം 18:18 യഹോവയായ ദൈവം മോശയ്ക്കു നൽകിയ വാഗ്ദത്തം, നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, എന്റെ വചനം അവന്റെ നാവിന്മേലാക്കും, ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ തന്റെ ജനത്തോട് സംസാരിക്കുമെന്ന് യഹോവയായ ദൈവം മോശയ്ക്ക് നൽകിയ വാഗ്ദത്തം യേശുക്രിസ്തുവിലാണ് നിവർത്തിയായത്. ആ വാഗ്ദത്തത്തിന്റെ നിവർത്തിയായി മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായവനായവനാണ് യേശുക്രിസ്തു എന്നതിനെ ഇവിടെ അപ്പോസ്തലന്മാർ ഉറപ്പിച്ചുണർത്തുന്നതാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്പോൾ മോശയ്ക്ക് യഹോവയായ ദൈവം നൽകിയ വാഗ്ദത്ത പ്രകാരം യഹോവയായ ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകനാണ് ഈ യേശു ക്രിസ്തു എന്നുള്ളതും, യേശു സംസാരിച്ച വചനമെന്ന് പറയുന്നത് യഹോവയായ ദൈവം യേശുവിന്റെ നാവിന്മേലാക്കി കൊടുക്കുമെന്ന് മോശയോട് അരുളി ചെയ്തതായ കാര്യമാണെന്നുള്ളതും വിശുദ്ധ തിരുവെഴുത്തുറപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധ്യാപനങ്ങളെ സൂക്ഷ്മതയോടെ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്ത് വചനത്തിൽ ഉറച്ചു നിന്നാൽ നമുക്കത് ജീവനായി മാറുകയാണ് ചെയ്യുന്നത്. യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാര് നിങ്ങൾക്കും എന്നെ വിട്ടുപോകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യേശുവിന് കൊടുക്കുന്ന മറുപടി, ഞങ്ങൾ നിന്നെ വിട്ടിട്ട് ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. യു ആർ ദ കസ്റ്റോഡിയൻ ഓഫ് ദ വേർഡ് ഓഫ് ലൈഫ്, വേർഡ് ഓഫ് ഇറ്റേണൽ ലൈഫ്. യേശു ക്രിസ്തു നിത്യജീവന്റെ വചനങ്ങളുടെ കസ്റ്റോഡിയനാണ്. അവൻ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. മോശയ്ക്ക് ദൈവം വാഗ്ദത്തം നൽകിയ വാഗ്ദത്തത്തിന്റെ നിവർത്തിയായി ദൈവത്താൽ എഴുന്നേൽപ്പിക്കപ്പെട്ട പ്രവാചകനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർപ്പിച്ചുണർത്തുകയാണ്. പ്രിയരെ, നാം തിരുവെഴുത്തുകളിൽ ആശ്രയിച്ച് അതിലുറച്ചു നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നതിനെ ഒന്നിനെയും വിട്ടുകളയാതെ എല്ലാത്തിനെയും ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. ഈ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് നമ്മൾ ആവർത്തനം 18 വായിക്കുമ്പോൾ നമുക്ക് വളരെ ശ്രദ്ധയോടെ അറിയേണ്ട മറ്റൊരു കാര്യം കൂടെ ഓർപ്പിച്ചുണർത്തിയിട്ട് ഇന്നത്തെ ചിന്ത നിർത്താമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മീഖ 5-ാം അധ്യായം, മീഖ 5-ാം അധ്യായത്തിലേക്ക് വരാം. അതിന്റെ 2-3 വാക്യങ്ങൾ വായിക്കാം. 2-ാം വാക്യം വായിച്ചാൽ മീഖ 5:2 വായിക്കാം. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഈ പ്രവചനം കർത്താവായ യേശുക്രിസ്തുവിലാണ് നിവർത്തിയായതെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഈ പ്രവചനത്തിന്റെ നിവർത്തി ഇനി അതിന്റെ ബാക്കിയോടെ വായിച്ചു. എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടെ അവിടെ ഉണ്ട്. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. പലരും ഈ വാക്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. തെറ്റിദ്ധരിച്ചവർ മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, പലരും ഈ വാക്യം എടുത്തിട്ട് എന്താണെന്ന് പറയുന്നതെന്ന് അറിയാമോ? അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗത്തെ വക്രീകരിച്ചുകൊണ്ട് അവൻ പണ്ടേ ഉത്ഭവിച്ചതാണ് എന്ന് തെറ്റിദ്ധരിച്ചവർ മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇവിടെ അവൻ പണ്ടേ ഉത്ഭവിച്ചതാണെന്നാണോ പറഞ്ഞിരിക്കുന്നതോ അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതാണെന്നാണോ പറഞ്ഞിരിക്കുന്നത്? അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ എന്ന് പറഞ്ഞാൽ മീഖ ഇത് പ്രവചിക്കുമ്പോൾ ഇതിനു മുൻപേ തന്നെ ദൈവത്തിന്റെ പദ്ധതിയിൽ അവന്റെ ഉത്ഭവമുണ്ട്. ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരുമെന്ന് മീഖ പ്രവചനം നടത്തുമ്പോൾ മീഖ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ എന്ന് പറയുമ്പോൾ ഈ മീഖയുടെ കാലത്തുണ്ടായ ഒരു പ്രവചനമല്ല, മറിച്ച് ആ ഉത്ഭവത്തെ കുറിച്ച് പണ്ടേ ദൈവത്തിന്റെ പ്രവാചകന്മാരിലൂടെ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളതാണ്.
അതാണ് നമ്മൾ മുമ്പേ വായിച്ച ആവർത്തനം 18:18. മോശയോട് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ അവർക്ക് നിന്നെ പോലെ ഒരു പ്രവാചകനെ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഇസ്രയേലിന് അധിപതിയായിരിക്കേണ്ടുന്നവന്റെ ഉത്ഭവം പണ്ടേയുണ്ട്. മീഖയുടെ കാലത്തെ പ്രവചനമല്ല, അതിന് മുൻപേയുണ്ട്. ഇതിന്റെ നിവർത്തി, അതായത് ഉത്ഭവിച്ചു വരും എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ ഉത്ഭവം എവിടെയാണ് നടന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം ചേർത്ത് വായിക്കാം. ലൂക്കോസ് 1:35. അതിന്റെ ദൂതൻ ഏതിന്? അതിന്റെ മുകളിലത്തെ കാര്യം കൂടെ പറഞ്ഞേക്കാം. മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് മറിയത്തോട് അറിയിക്കുവാൻ വന്ന ദൂതനുമായുള്ള മറിയത്തിന്റെ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ അവിടെ കാണുന്നത്. ഞാൻ പുരുഷനെ അറിയായികയാൽ അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ദൂതൻ മറിയത്തോട് പറയുന്നത് ശ്രദ്ധിക്കുക. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. ഒന്ന് നിർത്തണേ. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. മനസ്സിലായോ? എപ്പോഴാ ഉത്ഭവം നടക്കുന്നത്? മീഖ പറഞ്ഞത് അവൻ പണ്ടേ ഉത്ഭവിച്ചിരിക്കുന്നു എന്നല്ല, ഉത്ഭവിച്ചു വരും എന്ന് പറഞ്ഞെങ്കിൽ ആ ഉത്ഭവിച്ചു വരുമെന്ന് പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി ഇവിടെ നടക്കാൻ പോകുകയാണ്. എവിടെ? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ ദൂതൻ വിശുദ്ധ മറിയത്തോട് പറയുകയാണ്, ഉത്ഭവിച്ചു വരും, നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരുമെന്ന് പറഞ്ഞെങ്കിൽ അതിവിടെ നിവർത്തിയാകാൻ പോകുകയാണ്. ആ പ്രവചനം മീഖയിലല്ല തുടങ്ങിയത്, പണ്ടേയുള്ളതാണ് ഇവനെ കുറിച്ചുള്ള പ്രവചനം. ഇവന്റെ ഉത്ഭവത്തെ കുറിച്ചുള്ള ദൈവീക പദ്ധതി പണ്ടേയുള്ളതും പുരാതനമായതുമാണ്. മീഖയുടെ കാലത്ത് ദൈവമുണ്ടാക്കിയ ഒരു പദ്ധതിയല്ല, മറിച്ച് മോശയുടെ കാലത്തും അതിനു മുൻപും പ്രവാചകന്മാരിലൂടെയും ദൈവം അരുളി ചെയ്ത പ്രവചനത്തിന്റെ നിവർത്തിയാണ് ഇതാ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഈ ദൈവപുത്രന്റെ ഉത്ഭവം ഇവിടെ വിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിൽ നടക്കുന്നതിനെ കുറിച്ചാണ് മീഖ പ്രവചിച്ചത്. ഇസ്രയേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരുമെന്ന് ബേത്ലഹേം എഫ്രാത്തയോടുള്ളതായ പ്രവചനം. ഇവിടെ ഇതുറപ്പിക്കുന്നത് യേശുവിന്റെ ജനനത്തിന് ശേഷം യേശുവിനെ കാണുവാനായി വിദ്വാൻമാർ വരുമ്പോൾ അവരെവിടേക്കാണ് പോയത്? അവരൊക്കെ പ്രതീക്ഷിച്ചത് ഈ ഭൗതികമായ ഒരു ആധിപത്യത്തെ കുറിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അവര് ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാവായി പിറന്നവനെ അന്വേഷിച്ചു ചെന്നത്. എന്നാൽ അതല്ല എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവിടെ ചെന്നപ്പോ അവിടെങ്ങും അങ്ങനെ ഒരു സംഗതിയില്ല. അപ്പോൾ ഈ പറഞ്ഞ പ്രവാചന പുസ്തകങ്ങൾ എടുത്തു വച്ചിട്ട് മശിഹയുടെ അഥവാ ക്രിസ്തുവിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നുള്ളത് പരിശോധിച്ചപ്പോഴാണ് മീഖ 5:2 പ്രവചനം എടുത്തു വെച്ചത്. അവിടെ പണ്ഡിതന്മാർ അത് എടുത്തു വെച്ചിട്ട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയാണ് സംഭവം എന്ന്. അപ്പോൾ ആ പ്രവചനത്തിന്റെ നിവർത്തി വിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിലാണ് സംഭവിക്കുന്നത്. ഇസ്രയേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. എന്നിട്ട് തുടർന്ന് അവനെ കുറിച്ച് പറയുന്നത് ഒന്നുകൂടെ വായിക്കണം. മീഖ 5:3 വാക്യം കൂടെ ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ്. 3-4 വാക്യങ്ങളും കൂടെ വെറുതെ ഒന്ന് വായിക്കാം. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ, അതുകൊണ്ട് പ്രസവിക്കാനുള്ളവൾ പ്രസവിക്കുവോളം അവൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കും. അവന്റെ സഹോദരന്മാരിൽ ശേഷിപ്പുള്ളവർ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങി വരും. എന്നാൽ
അവൻ നിന്ന് യഹോവയുടെ ശക്തിയോടും തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന്റെ മഹിമയോടും കൂടെ മേയ്ക്കും. അപ്പോൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് യേശുക്രിസ്തു യഹോവയാണെന്നാണ്. ഇവിടെ വളരെ സ്ഫുടതയോടുകൂടി മീഖായുടെ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ദൈവമാണ് യഹോവ എന്നാണ് വായിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ദൈവമായ യഹോവയാണ് എന്നാണ് വായിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം, തിരുവെഴുത്ത് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവൻ നിന്ന് യഹോവയുടെ ശക്തിയോടും അവന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന്റെ മഹിമയോടും കൂടെ മേയിക്കും. അപ്പോൾ ഈ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും എന്ന് പറഞ്ഞവൻ, ആ പറയപ്പെട്ട ഉത്ഭവം നടക്കുന്നത് മറിയത്തിന്റെ ഉദരത്തിലാണ്. ആ ഉദരത്തിൽ ഉത്ഭവമായ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ദൂതൻ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പലരും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തിരുവെഴുത്തുകളെ സൂക്ഷ്മതയോടെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുക. അബദ്ധത്തിൽ ചാടിയ അനേകരുണ്ട്. അവർ അബദ്ധത്തിൽ, അന്ധകാരത്തിലാണ്. അവിടെ യഹോവയായ ദൈവം യേശുക്രിസ്തുവിന്റെയും ദൈവമാണെന്നുള്ളത് ഉറപ്പിക്കുകയാണ് മീഖായേൽ. അവൻ നിന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന്റെ മഹിമയോടുകൂടി. അപ്പോൾ ഈ പറഞ്ഞ യേശുക്രിസ്തുവിന്റെയും ദൈവമാണ് പഴയ നിയമത്തിൽ കാണുന്ന യഹോവ എന്ന് എന്നേക്കും നാമമുള്ളവനെന്ന് മീഖ 5:3-4 വാക്യങ്ങളിൽ വ്യക്തമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പ്രവചനങ്ങളുടെ നിവർത്തിയായി ഇസ്രയേലിന്റെ അധിപതിയായിരിക്കേണ്ടതിനായി ഉത്ഭവിച്ചു വന്ന വിശുദ്ധ പ്രജയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്നത് വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. ഇതൊരു ഭൗതികമായ ആധിപത്യത്തിന്റെയും അധികാരത്തിന്റെയും കാര്യമല്ല എന്നത് നമ്മൾ മറന്നു പോകരുത്. അപ്പോസ്തലന്മാർ ഇക്കാര്യം വളരെ ഉറപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു വചനം കൂടി ഓർപ്പിച്ചേക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 5:30-31 വാക്യങ്ങൾ. യഹൂദന്മാരോട് അപ്പോസ്തലന്മാർ പറയുകയാണ്, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. എന്നിട്ട് ഇസ്രയേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ, യേശുവിനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. ഇതിന് ഞങ്ങളും ദൈവം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് അപ്പോസ്തലന്മാർ അവിടെ ഉറപ്പിക്കുകയാണ്. ആരാണ് ഈ പിതാക്കന്മാരുടെ ദൈവം? അവനാണ് മോശയോട് മുൾപ്പടർപ്പ് ഭാഗത്ത്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അരുളി ചെയ്ത യാഹുവ എന്നേക്കും നാമമുള്ളവൻ. അവനാണ് യേശുവിനെ ഉയർപ്പിച്ചത്. അവനാണ് യേശുവിനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നത്. ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ നഗരങ്ങളിൽ എത്ര ചെറുതായിരുന്നാലും എനിക്ക് ഇസ്രയേലിന് അധിപതിയാകേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഇസ്രയേലിന്റെ മേൽ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഈ യേശുവിനെ ഉയർത്തിയവനായ ദൈവമാണ് അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായ പിതാക്കന്മാരുടെ ദൈവമെന്ന് അപ്പോസ്തലന്മാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ പ്രിയരെ, ഇസ്രയേലിന് അധിപതിയായിരിക്കുവാനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അവൻ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. അവൻ നിത്യജീവന്റെ വചനങ്ങളുടെ കസ്റ്റോഡിയനാണ്, അഥവാ പിതാവിന്റെ വചനങ്ങളുടെ കസ്റ്റോഡിയനാണ്. നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നിന്നെ വിട്ടിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു എന്നാണ്
യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിന് കൊടുക്കുന്ന മറുപടി. ആകയാൽ പ്രിയരെ, തിരുവെഴുത്തുകളെ പരിശോധിക്കുകയും അതിൻ്റെതായ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തുകൊണ്ട് നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി, നിത്യജീവന്റെ വചനങ്ങൾ പിതാവിന്റെ വചനമാണെന്നും പിതാവിന്റെ വചനങ്ങൾ നിത്യജീവനാണെന്നും വിശുദ്ധ തിരുവെഴുത്ത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ തിരുവെഴുത്തുകൾ ആധാരമാക്കിക്കൊണ്ട് വചനത്തെ പാനം ചെയ്യുന്നവരായി നാം മാറണം. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല എന്ന് യേശു പറഞ്ഞെങ്കിൽ, യേശുവിനെ പിതാവ് ഏൽപ്പിച്ചതാണ് വചനം. ദൈവത്തോട് കേട്ട സത്യങ്ങൾ മനുഷ്യരോട് സംസാരിച്ച മനുഷ്യനാണ് താനെന്ന് യോഹന്നാൻ 8:40 യേശുക്രിസ്തു പറഞ്ഞത് നമുക്ക് വളരെ വ്യക്തമാണ്. ആകയാൽ പ്രിയരെ, യേശു കൊടുക്കുന്ന വചനം പാനം ചെയ്യുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല. അതവനിൽ നിത്യജീവങ്കലേക്കുള്ള ഉറവായിത്തീരുന്നു എന്നാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്. നിത്യജീവന്റെ പ്രത്യാശയുള്ളവരായി മാറുവാനും അനേകർക്ക് നിത്യജീവന്റെ പ്രത്യാശയെ പകർന്നു കൊടുക്കുന്നവരായി മാറുവാനും സർവശക്തനായ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ നാം എല്ലാവരും നമ്മെ തന്നെ സമർപ്പിച്ച് ഏകാഗ്രതയോടെ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ തോമസ് ഊട്ടിയച്ചായൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.